Hi friends, welcome to my channel Learn with Nida. ഇന്നത്തെ വീഡിയോ 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്താണ് ഇതിൻ്റെ മീനിങ്? ട്രാൻസിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിവർത്തനം എന്നാണ്. ട്രാൻസിഷൻ, പരിവർത്തനം. ട്രാൻസിഷൻ എന്ന വാക്കിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. Look at this example. The transition from school life to college life is difficult for some students. The transition from school life to college life. സ്കൂൾ ജീവിതത്തിൽ നിന്നും കോളേജ് ലൈഫിലേക്ക് ആ മാറ്റം, ആ ട്രാൻസിഷൻ ഈസ് ഡിഫിക്കൽട്ട് ഫോർ സം സ്റ്റുഡൻസ്. ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ട്രാൻസിഷൻ എന്നതിൻ്റെ മീനിങ് ക്ലിയർ അല്ലേ? പരിവർത്തനം അഥവാ മാറ്റം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ അഥവാ മാറ്റത്തിൻ്റെ പാതയിൽ. നൗ ലെറ്റ്സ് ഗോ ടു ദ ലെസൺ. ആദ്യത്തെ പേജിൽ ഹാഗിയ സോഫിയയെ കുറിച്ചാണ്. ചിത്രത്തിൽ കാണുന്നതാണ് ഹാഗിയ സോഫിയ. എന്താണ് ഹാഗിയ സോഫിയ? നമുക്കൊരുപാട് ചരിത്ര സ്മാരകങ്ങൾ അറിയാലേ, താജ്മഹൽ, കുത്തബ് മിനാർ, അങ്ങനെ പലതും. അങ്ങനെ ഒരു ചരിത്ര സ്മാരകമാണ് ഹാഗിയ സോഫിയ. കോൺസ്റ്റാന്റിനോപ്പിൾ നമുക്ക് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അതെ, കോൺസ്റ്റാന്റിനോപ്പിൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പക്ഷേ ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താൻബുൾ എന്നാണ്. തുർക്കിയിലെ ഒരു വലിയ നഗരമാണ് ഇസ്താൻബുൾ. തുർക്കിയിലെ നഗരമായ ഇസ്താൻബുളിൻ്റെ പഴയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഹഗിയ സോഫിയ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു സ്മാരകമാണ്. അപ്പോൾ ഹഗിയ സോഫിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതെ, തുർക്കിയിലെ ഇസ്താൻബുളിൽ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പുതിയ പേരാണ് ഇസ്താൻബുൾ. Now come back to our textbook. Listen carefully. I'm going to read it. Hagia Sophia. This is Hagia Sophia, one of the important monuments in the history of the world. It was built in the 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? This is Hagia Sophia. ചിത്രത്തിൽ കാണുന്നത് ഹഗിയ സോഫിയ ആണ്. One of the important monuments in the history of the world. Monument എന്നാൽ സ്മാരകം. One of the important monuments in the history of the world. ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് ഹഗിയ സോഫിയ. It was built in 6th century AD. 6th century ADയിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. Now it is preserved as a history museum in Turkey. ഇപ്പോൾ അത് തുർക്കിയിലെ ഒരു ഹിസ്റ്ററി മ്യൂസിയം ആയിട്ടാണ് അത് നിലകൊള്ളുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ഫാക്റ്റ് ഉണ്ട്. ഹഗിയ സോഫിയ ഒരു ഹിസ്റ്ററി മ്യൂസിയം ആയിട്ട് 2020 വരെയായിരുന്നു നിലകൊള്ളിരുന്നത്. 2020 അത് മുസ്ലിം പള്ളിയായി മാറുകയായിരുന്നു. Come back to the textbook. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. It is the epitome.
EPITOME. ഇത് എപ്പിറ്റമി എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇപ്പിറ്റമി എന്നാണ്. എന്താണ് ഇപ്പിറ്റമിയുടെ മീനിങ്? ഇപ്പിറ്റമിയുടെ മീനിങ് പെർഫെക്റ്റ് എക്സാമ്പിൾ എന്നാണ്. ആ സെൻറ്റൻസിൽ തന്നെയുള്ള മറ്റൊരു വാക്കാണ് ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ്. എന്താണ് ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ്? മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ വാസ്തുവിദ്യ എന്ന് പറയും. അതായത് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ്. ഇറ്റ് ഈസ് ദ എപ്പിറ്റമി ഓഫ് ദി ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ആൾക്കാരുടെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള സ്കില്ലിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഹഗിയ സോഫിയ. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? യെസ്, എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്. ഹഗിയ സോഫിയെ പോലെ തന്നെ മറ്റൊരുപാട് സ്മാരകങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഹഗിയ സോഫിയയെക്കുറിച്ച് ചില പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഹഗിയ സോഫിയ, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. മോണ്യുമെൻ്റ് എന്നാൽ സ്മാരകം. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് ഹഗിയ സോഫിയ. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 6th century AD. അത് ബിൽറ്റ് ചെയ്തത് 6th century AD യിലായിരുന്നു. നൗ ഇറ്റ് ഈസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. ഇപ്പോൾ അതൊരു ഹിസ്റ്ററി മ്യൂസിയമായിട്ട് തുർക്കിയിലുണ്ട്. ഇനി അതല്ലാത്തൊരു എക്സ്ട്രാ പോയിന്റ് നമ്മളോട് പറഞ്ഞിരുന്നു. നൗ ഇറ്റ് ഈസ് എ മുസ്ലിം മോസ്ക് ഇൻ തുർക്കി. ഇപ്പോൾ 2020 അതൊരു മുസ്ലിം പള്ളിയായിട്ട് തുർക്കിയിലുണ്ട്. 2020 അത് മുസ്ലിം മോസ്കാക്കി മാറ്റി. Now the last point. It is the epitome of the architectural skills of Constantinople. കോൺസ്റ്റാന്റിനോപ്പിൾ ആൾക്കാരുടെ ആർക്കിടെക്ചറൽ സ്കിൽസിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഹഗിയ സോഫിയ. എപ്പിറ്റമി എന്നാൽ പെർഫെക്റ്റ് എക്സാമ്പിൾ. Now let's go to the next page. ഈ പേജിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കോൺസ്റ്റാന്റിനോപ്പിൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയ്ക്കാണുള്ളത്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേയും കൂടിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പേജ് നമ്പർ 8 ഫുള്ള് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് നോട്ട് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ്, ദ erstwhile capital of Eastern Roman Empire. erstwhile എന്നാൽ മുമ്പത്തെ അഥവാ ഫോമർ. The erstwhile capital, മുമ്പത്തെ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ മുമ്പത്തെ ക്യാപിറ്റൽ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ്, ദ അബോർഡ് ഓഫ് സ്കോളേഴ്സ്. കോൺസ്റ്റാന്റിനോപ്പിൾ സ്കോളേഴ്സിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദ സെൻറ്റർ ഓഫ് സ്കോളർലി ടെക്സ്റ്റ്സ്. വൈജ്ഞാനിക ടെക്സ്റ്റുകളുടെ ഒരു സെൻറ്റർ കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ്, സെൻറ്റർ ഓഫ് നോളജ്. അറിവിൻ്റെ ഒരു സെൻറ്റർ കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ്, ഇറ്റ് വാസ് എ പോർട്ട് സിറ്റി. അതൊരു തുറമുഖ നഗരമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു തുറമുഖ നഗരമായിരുന്നു. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലോട്ടുള്ള ഒരു ഗേറ്റ് വേ കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നൗ മോർ ഡീറ്റെയിൽസ് അബൌട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയെന്ന് നോക്കാം. തുർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453. തുർക്സ് 1453 കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കി. It resulted in the fall of Eastern Roman Empire.
ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമായി. തുർക്സ് കോൺഗേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺകർ എന്ന് വെച്ചാൽ എന്താണ്? അതെ, കോൺകർ എന്നാൽ കീഴടക്കുക. കോൺഗേർഡ് ദ പാസ്റ്റ് ടെൻസ്, കീഴടക്കി. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ പേജിലുള്ളത്. ഇനി പേജിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries of the Eastern Roman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 കീഴടക്കിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമായി. കോൺസിക്വൻ്റ്ലി എന്നാൽ അതിൻ്റെ ഫലമായിട്ട് സ്കോളേഴ്സ്, പണ്ഡിതന്മാർ, ആർട്ടിസ്റ്റ്, കലാകാരന്മാർ ആൻഡ് റൈറ്റേഴ്സ്, എഴുത്തുകാർ, fled from Constantinople to nearby areas in great numbers. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ അവർ പോയി, അഥവാ പലായനം ചെയ്തു. Many of them migrated to Italy. അതിൽ പലരും പലായനം ചെയ്തത് ഇറ്റലിയേക്കാണ്. Why did they migrate to Italy? അവരെന്തുകൊണ്ടാണ് ഇറ്റലിയോട്ട് പലായനം ചെയ്തത്? That is the question. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. Why did they migrate to Italy? അവരെന്തുകൊണ്ടാണ് ഇറ്റലിയിലോട്ട് പലായനം ചെയ്തത്? Why did scholars, artists and writers flee to Italy? എന്തുകൊണ്ടാണ് കലാകാരന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരും എല്ലാവരും ഇറ്റലിയോട്ട് പലായനം ചെയ്തത്? ഫ്ലീ എന്നാൽ എന്താണ്? അതെ, പലായനം ചെയ്യുക. Now let's go to our first point. Italy was a country that upheld the Greco-Roman tradition. Upheld എന്നാൽ ഉയർത്തിപ്പിടിക്കുക, ട്രഡീഷൻ പാരമ്പര്യം. The rich Italian traders were the patrons of art and literature. Traders എന്നാൽ കച്ചവടക്കാർ, പാട്രൺ എന്നാൽ ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നവർ. The rich Italian traders were the patrons of art and literature. അവർ കലയ്ക്കും എഴുത്തിനുമൊക്കെ ഭയങ്കര സപ്പോർട്ടും ഫിനാൻഷ്യലായിട്ടും അല്ലാതെയും കുറേ സപ്പോർട്ടൊക്കെ കൊടുക്കുമായിരുന്നു ഇറ്റാലിയൻ ട്രേഡേഴ്സ്, ഇറ്റാലിയൻ കച്ചവടക്കാർ. നെക്സ്റ്റ് പോയിന്റ്. The Italian cities encouraged the spirit of thought and knowledge in immigrant scholars. Encourage എന്നാൽ പ്രോത്സാഹിപ്പിക്കുക. Past of encouraged, പ്രോത്സാഹിപ്പിച്ചു. സ്കോളേഴ്സിൻ്റെ മീനിങ് എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതെ, പണ്ഡിതന്മാർ. ഇമിഗ്രാൻഡ് എന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് താമസിക്കുക എന്ന് വെച്ചാൽ കുടിയേറുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ സ്കോളേഴ്സും ആർട്ടിസ്റ്റും റൈറ്റേഴ്സൊക്കെ ഇറ്റലിയോട്ട് പലായനം ചെയ്തത്? The answer is, Italy was a country that upheld the Greco-Roman tradition. ഗ്രീക്കോ-റോമൻ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. The rich Italian traders were the patrons of art and literature. കലാകാരന്മാരെയും എഴുത്തുകാരുടെ ഒക്കെ ഒരു പാട്രൺസ് ആയിരുന്നു ഇറ്റാലിയൻ ട്രേഡേഴ്സ്. Italian cities encouraged the spirit of thought and knowledge in immigrant scholars. പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അവരുടെ കഴിവുകൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇറ്റലി. What was Istanbul's old name? ഇസ്താംബുളിൻ്റെ പഴയ പേരെന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. Where was Constantinople situated? എവിടെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യപ്പെട്ടത്? Or where is Istanbul? എവിടെയാണ് ഇസ്താംബുൾ? In Turkey.
അടുത്ത പേജ് നമ്പർ 9 നമുക്ക് പഠിക്കാനുള്ളത് റിനൈസൻസിനെ കുറിച്ചാണ്. ദ റിനൈസൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ബാക്കിയുള്ളത് റിനൈസൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എന്താണ് റിനൈസൻസ്? നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നവോത്ഥാനം എന്ന് പറയും. എന്താണ് നവോത്ഥാനം അഥവാ എന്താണ് റിനൈസൻസ്? റിനൈസൻസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ന്യൂ അവൈക്കനിങ് ഓഫ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ഒരു മൊത്തമുള്ളൊരു മാറ്റത്തിനാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലെ അന്നത്തെ അവസ്ഥയിലുണ്ടായ മൊത്തത്തിലുള്ള മാറ്റത്തിനാണ് റിനൈസൻസ്. റിനൈസൻസിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. അപ്പോൾ റിനൈസൻസ് മീൻസ് ചേഞ്ച് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുള്ള ഒരു മൊത്തത്തിലുള്ള മാറ്റം, ലൈക്ക് ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ്. അപ്പോൾ യൂറോപ്പിലുണ്ടായ ആ ഒരു അവസ്ഥയിൽ നിന്നും മൊത്തത്തിലുള്ള മാറ്റത്തിനാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.